ഏപ്രിൽ 30 അക്ഷയ തൃതീയയാണ്. എന്താണ് അക്ഷയ തൃതീയ? ശരിക്കും നമ്മൾ എവിടെ നോക്കിയാലും ജ്വല്ലറിയുടെയൊക്കെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് അക്ഷയ തൃതീയ. ശരിക്കും എന്താണ് അക്ഷയ തൃതീയ എന്നുള്ളത് നമുക്ക് സാറിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. സാറേ, ഈ അക്ഷയ തൃതീയ എവിടെ നോക്കിയാലും ജ്വല്ലറിയുടെ പരസ്യങ്ങളാണ്, ഓഫറുകളാണ്. ശരിക്കും എന്താണ് അക്ഷയ തൃതീയ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? അക്ഷയ തൃതീയ എന്ന് പറയുന്നത് വൈശാഖ മാസത്തിലെ കറുത്ത വാവ് അമാവാസി കഴിഞ്ഞ്, അതായത് 27 അമാവാസിയാണ്. അമാവാസി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം, അതായത് പ്രഥമ, ദ്വിതീയ, തൃതീയ. ഇപ്പോൾ വൈശാഖ മാസം എന്ന് പറഞ്ഞൊരു പുണ്യമാസമാണ്. പുണ്യമാസമായിട്ടാണ് വിശ്വസിച്ച് വന്നിരിക്കുന്നത്. അതിൽ എസ്പെഷ്യലി നമ്മൾ ഈ അക്ഷയ തൃതീയ ദിവസം ഒരുപാട് സൽക്കർമ്മങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും പുണ്യകർമ്മങ്ങൾക്കും അതുപോലെ തന്നെ ഐശ്വര്യം ഉണ്ടാകും. എന്ത് കാര്യങ്ങളും നമുക്ക് വാങ്ങുന്നതിനും സൂക്ഷിക്കുന്നതിനും ദാനം ചെയ്യുന്നതിനും ഒക്കെ പറ്റിയ ദിവസം, ഏറ്റവും മുഹൂർത്തമുള്ള ദിവസം. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഓഡിറ്റോറിയം പോലും നമുക്ക് കിട്ടത്തില്ല. പലരും ഹൗസ് വാമിങ്, വണ്ടി വാങ്ങുക, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഈ പുണ്യമാസമാണ്. എന്ന് പറഞ്ഞാൽ ഓസ്പീഷ്യസ് ഡേ ആണത്. ഓസ്പീഷ്യസ് ഡേയിൽ നമുക്ക് രത്നങ്ങളും സ്വർണവും എല്ലാം വാങ്ങാം, അതിനൊരു കുഴപ്പമൊന്നുമില്ല, കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത അന്ന് ഉണ്ട്. കാരണം വെച്ചാൽ അതൊരു മഹാവിഷ്ണു, മഹാലക്ഷ്മി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ദിവസം. ഗുരുവായൂരൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഭക്തന്മാർ വരുന്നത് വൈശാഖ മാസമാണ്. വൈശാഖ മാസം പോയി തൊഴും എല്ലാവരും, മിക്കവാറും ആൾക്കാരെല്ലാം പോയി തൊഴുന്നു. അത്ര പുണ്യമായിട്ടുള്ളൊരിതാണ്. ദാനധർമ്മങ്ങൾക്ക് അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത്, ശാശ്വതമായത്. അപ്പോൾ നമ്മൾ ദാനം ചെയ്താൽ അത് ഡബിളായിട്ട് അത് തന്നെ തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ, ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വർണം മാത്രമല്ല, വെള്ളി ആഭരണങ്ങൾ, അതുപോലെ തന്നെ വെള്ളി പാത്രങ്ങൾ, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ, എന്ത് വേണേലും. ഇത് സ്വർണം മാത്രം മേടിക്കാം, അങ്ങനെ അതിലാണെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഇത് നമുക്ക് വാങ്ങാനും നമുക്ക് സൂക്ഷിക്കാനും കൊടുക്കാനും ഒക്കെ കൈമാറാനും. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പശുക്കളെയൊക്കെ ദാനം ചെയ്യുമായിരുന്നു. എന്ത് ദാനം ചെയ്യാലും ഒരു 4 ഇരട്ടിയായിട്ട് വരും എന്നുള്ള ഒരു വിശ്വാസമാണത്. മനസ്സിലായില്ലേ? അതാണ് അക്ഷയ തൃതീയയുടെ. തൃതീയ എന്ന് പറഞ്ഞാൽ 3. അപ്പം 3 ഇരട്ടിയായി തിരിച്ചു വരും, അങ്ങനെയാണ്. തൃതീയ എല്ലാ മാസവും ഉണ്ട് നമുക്ക്. അതായത് നമ്മൾ വാവ് മുതൽ അങ്ങോട്ട് നോക്കിയാൽ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, ഇങ്ങനെ പോകും. അതായത് ചന്ദ്രൻ്റെ ഇതാണ് നമ്മൾ തിഥികളത്. കറുത്തവാവ് വെളുത്തവാവ് ഉണ്ടല്ലോ. 14 ദിവസം കഴിയുമ്പോഴത്തേക്കും കറുത്തവാവ് വന്നു. കറുത്തവാവ് വന്നു കഴിഞ്ഞിട്ട് പിന്നുള്ള 14 ദിവസം ചന്ദ്രനെ ഒരു 5 ദിവസം കഴിഞ്ഞ് പഞ്ചമി മുതൽ നമ്മൾ ചന്ദ്രനെ കുറേശ്ശെ കണ്ടത് ഫുൾ മൂണായിട്ട് മാറുമ്പോൾ പൗർണമി വെളുത്തവാവായി, ഓസ്പീഷ്യസ് ഡേ ആയിട്ട് മാറി. അതാണ് ഇതിൽ. അപ്പോൾ ഇനി ഈ മാസത്തിന് ഒരു പുണ്യമാസമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത. അത് വാങ്ങണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, പക്ഷെ വാങ്ങും ആൾക്കാരെല്ലാവരും എന്തെങ്കിലും ഒന്ന് പോയി വാങ്ങും. അങ്ങനെ ഒരു ട്രെൻഡ് കൂടെ ഉണ്ട്. സ്വർണം മാത്രമല്ല, നമുക്ക് വെള്ളിയോ രത്നങ്ങളോ എന്ത് വേണമെങ്കിലും വാങ്ങാം. പിന്നെ കോയിൻസ് എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം, വാങ്ങി വെക്കാം. എത്ര ചെറിയ അളവിലാണെങ്കിലും 1 ഗ്രാമിൻ്റെ ഒക്കെ ആൾക്കാർ വന്ന് മേടിക്കും. അല്ലെങ്കിൽ 2 ഗ്രാമിൻ്റെ വെള്ളിയുടെ കോയിൻസുകൾ, ബാറുകൾ ഇതെല്ലാം വാങ്ങും. ഗോൾഡ് വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും അല്ലല്ലോ ആൾക്കാർക്ക്. അതെ, ഗോൾഡിന്റെ പ്രൈസ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും ഗോൾഡ് എല്ലാവർക്കും അഫോർഡ് ആകുന്നില്ല. അപ്പം വെള്ളി മേടിച്ചാണെങ്കിലും നമുക്ക് അക്ഷയ തൃതീയ ആഘോഷിക്കാം. ഒരു ഐശ്വര്യം ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു വസ്ത്രം വാങ്ങുകയും ഡ്രസ്സ് അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങുക, പാത്രങ്ങളൊക്കെ വാങ്ങുക, വീട്ടിലേക്കൊക്കെ വരുന്ന ഒരു ഐശ്വര്യത്തിന്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ പൊതുവേ അല്ലേ? പൊതുവേ. അപ്പോൾ അത് തന്നെ. പിന്നെ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം, ഏതെങ്കിലും വീടുകളിൽ പോകാൻ കൊടുക്കാം. മനസ്സിലല്ലേ? അതുപോലെ തന്നെ ഒരുപാട് ശുഭമുഹൂർത്തമുള്ള ദിവസമാണ് അന്നത്തെ ദിവസത്തിന്. പ്രത്യേകത എന്ന് പറയുന്നത് മുഹൂർത്തം നന്നായിട്ടുണ്ട്. നല്ല ശുഭകർമ്മങ്ങൾക്ക് പറ്റിയ ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. സാറേ, അപ്പോൾ അക്ഷയ തൃതീയയുടെ ദിവസം എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുയോജ്യമായ രത്നങ്ങൾ നമുക്ക് തെരഞ്ഞെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് അക്ഷയ തൃതീയ ദിവസത്തിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ്. അന്ന് തന്നെ മേടിക്കാം, അന്ന് തന്നെ ഇടാം. അല്ലാതെ നമ്മൾ രത്നങ്ങൾ ഓരോ ദിവസവും നമുക്ക് ധരിക്കുന്നതിന് ദിവസങ്ങളൊക്കെ ഉണ്ട്. ആ ദിവസം ഒന്നുമില്ല, അന്ന് തന്നെ വാങ്ങാൻ പണിയാൻ കൊടുക്കാം. എന്ത് നല്ല കാര്യങ്ങളും നമുക്ക് ഫ്യൂച്ചറിലേക്ക് ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ പുറത്താണ് ഇതെല്ലാം പോകുന്നത്. ഇതൊന്നും നിർബന്ധമല്ല. ഓക്കെ സാർ, അപ്പൊ അത് നമുക്ക് ഇവിടെ കോട്ടയത്ത് ശിവാസിലും അതുപോലെ ഷാർജയിലും നമുക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. രണ്ടിടത്തും പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. ഡേറ്റ് ഓഫ് ബർത്ത് ടൈം തന്നാൽ നമ്മൾ നോക്കിയിട്ട് സ്റ്റോൺ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തും പണിയും പെട്ടെന്ന് പണിത്
ആ ദിവസം വന്ന് ഇവിടെ വന്ന് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കും, അങ്ങനെ. അതെ. അപ്പം ഇതൊക്കെയാണ് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ. നമുക്ക് അന്നത്തെ ദിവസം എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും എന്ത് നല്ല കാര്യങ്ങൾ മേടിച്ചാലും എല്ലാം നമുക്ക് ഒരു ഐശ്വര്യമുള്ള ദിവസമാണ് എന്നുള്ളതാണ് അക്ഷയ തൃതീയയുടെ പ്രത്യേകത. എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ എപ്പിസോഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.